ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. മോളെ, ഒരു ചതി നടന്നിട്ടുണ്ട്. എന്താ അപ്പച്ചി? മോളുടെ ആഭരണങ്ങൾ അണിഞ്ഞാണ് ദിവ്യപ്രഭ ഇന്ന് കല്യാണത്തിന് ക്ഷേത്ര മണ്ഡപത്തിൽ നിൽക്കുന്നത്. അപ്പച്ചി എന്തൊക്കെയാ പറയുന്നേ? എന്റെ ആഭരണം ഇവിടുത്തെ അലമാരയിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. അല്ല മോളെ, എനിക്ക് നല്ല സംശയമുണ്ട്. ദേ ഇതൊന്ന് നോക്കി. എവിടെ അപ്പച്ചി? നോക്കട്ടെ. അയ്യോ, ഇത് അമൃതേച്ചിയുടെ അതേ ഗോൾഡ് തന്നെയാണല്ലോ. ഇതെങ്ങനെ ഒരുപോലെ ഒത്തു വന്നു? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ഇത് രണ്ടും എങ്ങനെ ഒരുപോലെ ഒത്തു വന്നെന്ന്. അപ്പൊ ഇതിൽ എന്തോ കള്ളക്കളി നടന്നിട്ടില്ലേ? ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. സ്വർണത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഓ, മണ്ടത്തരം പറയാതെ എന്റെ സിസിലി. മോളെ, ഇവിടെ ഇരിക്കുന്ന സ്വർണം നമുക്കൊന്ന് അടിയന്തരമായിട്ട് പരിശോധിക്കണം. ചതി പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം. വാ അപ്പച്ചി, ഇവിടെ ഇരിക്കുന്ന ഗോൾഡ് നമുക്കൊന്ന് നോക്കാം. ഇങ്ങെടുത്തേ. ആ നോക്കട്ടെ, അത് തന്നെയാ. നോക്ക്, കൃത്യമായിട്ടും ഇവിടെ ഉള്ളതുപോലത്തെ ആഭരണങ്ങൾ ദിവ്യപ്രഭ അണിഞ്ഞിട്ടുണ്ടല്ലോ. അതെങ്ങനെ സംഭവിക്കും? അല്ല, പരമ്പരാഗതമായ ഡിസൈനിലുള്ള ആഭരണങ്ങൾ എവിടുന്ന് വാങ്ങിയാലും ഒരുപോലെ തന്നെയല്ലേ ഇരിക്കൂ. അല്ല, നിങ്ങൾക്കുള്ളത് ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ടെൻഷൻ? അത് ശരിയാണല്ലോ. ഒരു മിനിറ്റ് ഫോണിക്ക് തന്നെ മോളെ. ഓഹ്, ഒരുവിധം എല്ലാം ഓക്കെ ആയതായിരുന്നു. ഈ പെണ്ണും പിള്ള ഇനി എന്തോന്നാ നോക്കുന്നത്? അവളുടെ വലത്തെ കൈ കിടക്കുന്ന ആ കട്ടിയുള്ള വള കണ്ടോ? അതൊരു ജ്വല്ലറിയിലും വാങ്ങാൻ കിട്ടുന്നതല്ല. നിങ്ങൾക്കൊരു പക്ഷെ അറിയില്ലായിരിക്കും. നിങ്ങളുടെ അമ്മയ്ക്ക് കല്യാണ സമയത്ത് സഹദേവേട്ടൻ കൊടുത്തതാ ഈ വള. അതും പ്രത്യേകം പണി കഴിപ്പിച്ച്. ഇതല്ലേ? ഇതിവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ കർത്താവേ, എന്നെ ഈ ആപത്തിൽ നിന്ന് നീ കരകയറ്റണേ. അതെ, പക്ഷേ അതേ വള തന്നെ എങ്ങനെ ഇവിടെ വന്നു? അതാ എനിക്ക് സംശയം. അതും കൃത്യമായിട്ട് എണ്ണി എടുത്തതുപോലെ. ഇവിടെയുള്ള അതേ ആഭരണങ്ങളുടെ കൂട്ടത്തില്. എവിടെയോ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചത് കൊടും ചതിയാ. ഇതിൽ ഏതോ ഒരു സെറ്റ് ഒറിജിനലും മറ്റേത് ഡ്യൂപ്ലിക്കേറ്റും ആവാനേ തരവുള്ളൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.